The year is 1776. യൂറോപ്പിലെ ബവേരിയ എന്ന സ്റ്റേറ്റിൽ റിലീജിയൻ്റെ ഓവർ ഡോമിനൻസും ചേർച്ചിൻ്റെ ഇൻഫ്ലുവൻസും എതിർക്കാനായിട്ട് ആഡം വെയ്ഷോവ് എന്ന പ്രൊഫസർ തുടങ്ങിയ സീക്രറ്റ് സൊസൈറ്റി ആണ് ദ ഇലുമിനാട്ടി. അദ്ദേഹത്തിൻ്റെ എയിം വാസ് ടു ക്രിയേറ്റ് എ സൊസൈറ്റി വിച്ച് പ്രൊമോട്ടഡ് ഫ്രീ തിങ്കിങ്, rationalism and secularism, but they were inspired by another secret society called the Freemasons. Freemasons medieval agesൽ ഒരു കല്ലുപണിക്കാരുടെ സൊസൈറ്റി ആയിരുന്നു. പക്ഷെ ആസ് എ ടൈം വെൻ ബൈ അതിൽ കുറേ വൈസ് പീപ്പിളും കുറേ ഇൻ്റലക്ച്വൽസും കുറേ റൈറ്റേഴ്സും സ്പീക്കേഴ്സും കുറേ പൊളിറ്റിക്കൽ ഫിഗേഴ്സും എല്ലാവരും ജോയിൻ ചെയ്തു. ആൻഡ് ദേ ബിക്കെയിം എ പവർഫുൾ ഫോഴ്സ്. ആൻഡ് ഡിഡ് യു നോ സ്വാമി വിവേകാനന്ദ, മോത്തിലാൽ നെഹ്റു, ടാറ്റ എന്ന പലരും ഫ്രീമേസൺസ് ആയിരുന്നു. ആൻഡ് ദേ ഈവൻ ഹാവ് എ വെബ്സൈറ്റ്, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഈവൻ പ്രൊഫസർ ആഡം വാസ് വൺസ് എ പാർട്ട് ഓഫ് ദ ഫ്രീമേസൺസ്. പുള്ളിക്കാരൻ ഫ്രീമേസൺസിൽ നിന്ന് ഇലുമിനാട്ടിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ആസ് ടൈം വെൻ ബൈ ഇലുമിനാട്ടിയിലും ഫുൾ പവർഫുൾ ആൾക്കാരും റിച്ച് ആൾക്കാരുമായിട്ട് നിറയാൻ തുടങ്ങി. ആൻഡ് ദി ഇലുമിനാട്ടീസ് ഇൻഫ്ലുവൻസ് ഗ്രൂ. അവരുടെ ഇടയിൽ തന്നെ സീക്രട്ട് റിച്വൽസും സീക്രട്ട് സെറമോണീസും സീക്രട്ട് ഇനിഷ്യേഷൻസും എല്ലാം നടത്താൻ തുടങ്ങി. ആൻഡ് ദേ അറേഞ്ച്ഡ് ദംസെൽവ്സ് ഇൻ ദീസ് ഹൈറാർക്കീസ്. ഏറ്റവും താഴെ നോവിസസ്, അതിൻ്റെ മുകളിൽ മിനർവാസ്, അതിൻ്റെ മുകളിലാണ് ദ ഇലൂമിനേറ്റഡ്. ഈ ഇലൂമിനേറ്റഡ് എന്ന ആൾക്കാരാണ് താഴെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതും പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതും. അവർ റിക്രൂട്ട് ചെയ്യുമ്പോൾ 18 to 30 എന്ന ഏജിലെ ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ്ലി ക്രിസ്ത്യൻസ്, ബിക്കോസ് ദേ വാണ്ടഡ് ടു കൺട്രോൾ ദ നെക്സ്റ്റ് ജനറേഷൻ. അവർ ഓൾഡ് പീപ്പിളിനെ ഒരിക്കലും റിക്രൂട്ട് ചെയ്യത്തില്ല. ആൻഡ് ആസ് ദ ടൈം പാസ് ബൈ അവർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് കിട്ടാൻ തുടങ്ങി. ആൻഡ് അറ്റ് ഇറ്റ്സ് പീക്ക് ഇറ്റ് ഹാഡ് 2000 മെമ്പേഴ്സ്. 1785 ബവേരിയയുടെ ഡ്യൂക്കിന് മനസ്സിലായി ഇലുമിനാട്ടിയുടെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് is a threat to the government, is a threat to the institutions. So 1785 അവരെ കംപ്ലീറ്റ് ബാൻ ചെയ്തു, അവരുടെ റെക്കോർഡ്സ് സീസ് ചെയ്തു, ആൾക്കാരെ ജയിലിലാക്കി. ആൻഡ് പ്രൊഫസർ ആഡത്തിനെ നാട് കടത്തി. ആൻഡ് ദ ഇലുമിനാട്ടി കെയിം ടു ആൻ എൻഡ്. ഓർ ഡിഡ് ദേ? ഇലുമിനാട്ടിയെക്കുറിച്ച് ആൾക്കാർ ബുക്സ് എഴുതാൻ തുടങ്ങി. ആൻഡ് കോൺസ്പിറസി തിയറി സ്റ്റാർട്ടഡ് സ്പ്രെഡിങ്. ആൾക്കാർ ഇലുമിനാട്ടിയെക്കുറിച്ച് പതുക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങി. പക്ഷേ ദ നറേറ്റീവ് ഓഫ് ഇലുമിനാട്ടി ചേഞ്ച്ഡ് ഫ്രം ബീയിങ് എ ഗ്രൂപ്പ് ഓഫ് ഫ്രീ തിങ്കേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് പവർഫുൾ പീപ്പിൾ ഹു വാണ്ടഡ് ടു കൺട്രോൾ ദ വേൾഡ് ഫ്രം ദ ഷാഡോസ്. ആൻഡ് ദെയർ ഗോൾ വാസ് എ ന്യൂ വേൾഡ് ഓർഡർ. A world order in which there were no boundaries between nations. A world order in which there were no governments but one. A world order in which all religions would be erased. The Illuminati is suspected to have strong connections in the political, in the financial and the religious institutions. Strong families like the Rothschild family, like the Medici family and the Morgan family is said to have connections to the Illuminati. Recent times, celebrities and artists like Kanye West, Jay-Z and even Michael Jackson's death hinted towards the presence of Illuminati. The Illuminati got connected with Satan Seva, with Antichrist and a lot of other evil things. And the conservatives feared them. And selling souls എന്ന കോൺസെപ്റ്റ് ഭയങ്കര സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സെല്ലിംഗ് സോൾസ് എന്ന് വെച്ചാൽ ട്രേഡിങ് a person's moral integrity for wealth and fame. And many modern influencers and many modern celebrities have been accused of doing that. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങിയാൽ കുറേ ഉണ്ട്. ഇലുമിനാട്ടിയാണോ കൊറോണ സ്റ്റാർട്ട് ചെയ്തത്? ഇലുമിനാട്ടിയാണോ നമ്മുടെ ഫോണിലെ ആൽഗോറിതംസ് കൺട്രോൾ ചെയ്യുന്നത്? ഇലുമിനാട്ടിയാണോ World War 3 കാരണമാവാൻ പോകുന്നത്? പക്ഷേ ഉത്തരങ്ങൾ വളരെ ചുരുക്കം മാത്രം. വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ദ ഇലുമിനാട്ടി? കമൻറ്റ് ഡൗൺ ബിലോ.